അതിനിർണായകമായ മത്സരത്തിലും വീണ്ടും ഒരു പരാജയം ഏറ്റുവാങ്ങിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. AD4 ടോക്സ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോ കാണാൻ എല്ലാവരും ശ്രമിക്കുക. 1K സബ്സ്ക്രൈബേഴ്സിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് നിങ്ങളുടെ പിന്തുണ എന്തുകൊണ്ടും ആവശ്യമുണ്ട്. സോ നമുക്ക് വീഡിയോയിലോട്ട് വരാം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു മത്സരം കൂടെ അവസാനിക്കുന്നു. ചെന്നൈയിലെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്നിട്ടുള്ള ഒരു മത്സരം ഒരു ഗോളിനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിട്ടുള്ളത്. മത്സരത്തിൻ്റെ 60-ാം മിനിറ്റിൽ ചെന്നൈയിൻ FC സൂപ്പർ താരം ലെഫ്റ്റ് ബാക്കായിട്ടുള്ള ആകാശ് സംഗ്വാൻ നേടിയിട്ടുള്ള ഒരു മനോഹരമായ ഗോളിലോടുകൂടെയാണ് ചെന്നൈയിൻ FC വിജയം സ്വന്തമാക്കുന്നത്. ഈ ഒരു പരാജയത്തോടുകൂടെ വീണ്ടും ഒരു മത്സരത്തിൽ കൂടെ പരാജയപ്പെടുകയാണ് ചെന്നൈയിലെ ജവഹർലാൽ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയത്തിൽ. ഈ ഒരു സ്റ്റേഡിയത്തിലാകട്ടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നേ വരെ ഒരു മത്സരം പോലും വിജയിച്ചിട്ടില്ല. എന്നാൽ ഈ ഒരു മത്സരത്തിൽ വിജയിക്കാൻ സാധിക്കുമെന്ന് തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഒന്നടങ്കം വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. മത്സരത്തിനിറങ്ങും മുമ്പ് തന്നെ ലൈനപ്പിൽ ഡിമിത്രിയോസ് ഡയമൻഡോസ് ഇടം പിടിക്കാതിരുന്നതും മത്സരത്തിൻ്റെ ആദ്യ പകുതി പിന്നിടും മുമ്പ് തന്നെ സൂപ്പർ താരം സച്ചിൻ സുരേഷ് പരിക്കിനെ തുടർന്ന് പുറത്തുപോയതും മാർക്കോ ലെസ്കോവിച്ച് പുറത്തുപോയതുമെല്ലാം വൻ തിരിച്ചടി തന്നെയാണ് ഈ ഒരു മത്സരത്തിൽ സൃഷ്ടിച്ചിട്ടുള്ളത്. സോ ഒട്ടും മോശമല്ലാത്ത ഒരു പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ വളരെയധികം ദയനീയമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അങ്ങനെ വീണ്ടും ഒരു നിർണായക മത്സരത്തിൽ കൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് തോൽവി ഏറ്റുവാങ്ങുന്നു. ഇതുപോലത്തെ KBFC ഫുട്ബോൾ അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതോടുകൂടെ ഈ ഒരു വീഡിയോ അവസാനിക്കുന്നു.